നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. റീസെൻ്റ്ലി നിങ്ങൾ അറിഞ്ഞു കാണും, ആപ്പിളിനെതിരെ വന്നിരിക്കുന്ന $95 മില്യൺ സിറി പ്രൈവസി വയലേഷൻ സെറ്റിൽമെൻറ്റ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ പ്രോഡക്ട്സ് എന്ന് കേൾക്കുമ്പം മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് ഫീലിങ്സാണ്. അതിലൊന്ന് പ്രീമിയംനെസ് ആണ്. അതിനെപ്പറ്റിയല്ല നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം പ്രൈവസി. സോ പ്രൈവസി എന്നുള്ളത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആപ്പിളിൻ്റെ പല അഡ്വർടൈസ്മെൻറ്റ്സിലൂടെയും ആപ്പിളിൻ്റെ പല വീഡിയോസിലൂടെയും നമ്മൾ സ്ഥിരം കാണുന്നൊരു കാര്യമാണ്. സേഫാണ്, സെക്യൂറാണ് എന്നുള്ളൊരു ഇമോഷനാണ് ഇത് കേൾക്കും നമുക്കുണ്ടായിരുന്നത്. അത് ഉടഞ്ഞു പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. ആപ്പിളിനെതിരെ ഉണ്ടായേക്കുന്ന സിറി പ്രൈവസി വയലേഷൻ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അലിഗേഷൻസ്. അപ്പോൾ സത്യത്തിൽ ആപ്പിൾ നമ്മളെ പറ്റിച്ചോ, അതോ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രോബ്ലം? ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റിയുള്ള സകല റിസർച്ചുകളും ഞാൻ നടത്തിയിട്ടുള്ള പല വെബ്സൈറ്റുകളിൽ നിന്നാണ്, പല സോഴ്സുകളിൽ നിന്നാണ്. സോ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഒരു പ്രോബ്ലം? കഥയ്ക്കാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ 2 വർഷങ്ങളോ അല്ല, 2019 2019 ദ ഗാർഡിയൻ എന്നുള്ള ബ്രിട്ടീഷ് ന്യൂസ് മാധ്യമം കൊണ്ടുവന്നിട്ടുള്ള ചെറിയൊരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ആപ്പിളിൻ്റെ സിറി യൂസേഴ്സിൻ്റെ കോൺവെർസേഷൻസ് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള പരാതിയുടെ മേലിലാണ് ഈ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഇപ്പോൾ കാണുന്ന രീതിയിൽ വലിയൊരു കോൺട്രവേഴ്ഷ്യൽ പ്രൈവസി വയലേഷൻ ആകുന്നതിൻ്റെ പുറകിൽ രണ്ടാണ് കാര്യങ്ങൾ. ഒന്ന്, യൂസേഴ്സിൻ്റെ യാതൊരു കൺസെൻറ്റും ഇല്ലാതെയാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല കോൺവെർസേഷൻസും മെഡിക്കൽ ഡിസ്കഷൻസും ബിസിനസ് ഡീലിങ്സും ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് എല്ലാം സിറി റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് യൂസർ അറിയാതെ ഇത് ഇങ്ങനെ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ പവർ ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്താണ് സിറി ഇൻവോക്ക് ആകുന്നത്. അൺഇൻറ്റൻഷനലി ആക്ടിവേറ്റ് ആകും. ഈ ആക്ടിവേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിലായിരിക്കാം ചിലപ്പം നടക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻസ് സിറി റെക്കോർഡ് ചെയ്യുന്നത്. 2, ഇങ്ങനെ ലഭിക്കുന്ന റെക്കോർഡിങ്സ് സിറിനെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ ഒരു തേർഡ് പാർട്ടി കോൺട്രാക്ടേഴ്സിനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് സിറിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിറിയുമായിട്ട് യൂസേഴ്സിനുള്ള കോൺവെർസേഷൻസ് അത് മനസ്സിലാക്കുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താണ് സിറി കൊടുക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന റിസൾട്ടുകൾ അത് വെരിഫൈ ചെയ്യും. അതിൻ്റെ ആക്യുറസി എല്ലാം നിർണ്ണയിച്ചുകൊണ്ടിരുന്നത് ഇതുപോലുള്ള പല ഗ്രേഡിങ്ങിലൂടെയാണ്. ഈ ഗ്രേഡിങ്ങിന് വേണ്ടി ആപ്പിൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആപ്പിളിൻ്റെ ഇൻറ്റേർണലി ഉള്ള അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സ്വന്തം എംപ്ലോയീസിനെയല്ല, ആപ്പിൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെയാണ് ഇത് ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയൊരു മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെ 2 പ്രൈവസി വയലേഷൻസ് ആണ് ആപ്പിൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയ ആപ്പിൾ ഇമ്മീഡിയറ്റ്ലി ആ വർഷം തന്നെ 2019 തന്നെ കൊണ്ടുവന്ന ഫീച്ചേഴ്സിലൊരു മാറ്റമായിരുന്നു സിറിയുടെ ഈ ഒരു റെക്കോർഡിങ്ങിനെ കംപ്ലീറ്റ്ലി യൂസേഴ്സിന് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് യൂസേഴ്സിന് തീരുമാനിക്കാം സിറിയുടെ കോൺവെർസേഷൻസ് റെക്കോർഡ് ചെയ്യണോ, ഈ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്സിന് വേണ്ടി റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആപ്പിൾ iOS 13.2 എന്ന് പറയുന്ന അപ്ഡേറ്റിലൂടെയാണ് അല്ലെങ്കിൽ അപ്ഡേറ്റ് മുതലാണ് ആ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നത്. ഈ 2 പരാതികളോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ മേളിൽ ചുമത്തിയ മറ്റൊരു അലിഗേഷൻ ആയിരുന്നു ഈ സിറി റെക്കോർഡിങ്സിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ റെക്കോർഡിങ്ങിൽ നിന്ന് കിട്ടുന്ന പല ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് അത് ആപ്പിൾ ഒരു യൂസർ പ്രൊഫൈലായിട്ട് ക്രിയേറ്റ് ചെയ്യും. അത് മറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ബ്രോക്കേഴ്സിന് സെല്ല് ചെയ്യുന്നു. അതിലൂടെ ആപ്പിൾ വരുമാനം യൂസേഴ്സിൻ്റെ മേളിൽ നിന്ന് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു മറ്റൊരു അലിഗേഷൻ കൂടെ ആപ്പിളിൻ്റെ മേലിൽ ചുമത്തുകയും ചെയ്തു. അത് പിന്നീട് വന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ ആപ്പിൾ വളരെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് തെളിയിച്ചതും സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തൊരു കാര്യമാണ്. യാതൊരു തരത്തിലും യൂസർ ഡേറ്റ അല്ലെങ്കിൽ യൂസർ ഇൻഫർമേഷൻസ് മറ്റൊരു ഏജൻസിയായിട്ടോ ബ്രോക്കേഴ്സുമായിട്ടോ സെല്ല് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പലരുടെയും തെറ്റിദ്ധാരണ ഈ റീസെൻ്റ്ലി നടന്നിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ആപ്പിളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഇത്രയും വലിയൊരു അലിഗേഷൻ അല്ലെങ്കിൽ പ്രൈവസി വയലേഷൻ എന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 നടന്നിട്ടുള്ള ഒരു കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള, അതും 2019 ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നടന്നിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ 2019 മുതൽ ഈ 2024 അല്ലെങ്കിൽ ഈ കേസിൻ്റെ വിധി വരുന്ന സമയം വരെയോ നടന്നിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമല്ല ആപ്പിളിനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അലിഗേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന
ഇപ്പം പല കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ കണ്ടത് ആപ്പിൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ യൂസേഴ്സിനെ ചതിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യൂസർ ഡാറ്റ സെല്ല് ചെയ്യുന്നു, സിറി കോൺവെർസേഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, അങ്ങനെ ഒന്നുമല്ല. ഇനി 2019 മുതൽ ഇപ്പം 2024 അല്ലെങ്കിൽ ഈ 25 വരെ ഉള്ള ടൈം പീരീഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ആപ്പിൾ കുറേയധികം സെക്യൂരിറ്റി പ്രൈവസി ഫീച്ചേഴ്സ് ഈ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. യൂസർ അറിയാതെ നമ്മുടെ മൈക്രോഫോണോ ക്യാമറയോ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആപ്പിൾ ആദ്യം കൊണ്ടുവന്നൊരു ഫീച്ചറാണ് നമ്മുടെ പ്രൈവസി ലേബൽ എന്ന് പറയുന്നത്. നമ്മുടെ കൺട്രോൾ സെൻറ്റർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കളർ ഡോട്ടുകളിൽ അല്ലെങ്കിൽ കളർ ഇൻഡിക്കേഷനിലൂടെ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ മൈക്രോഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇതിലെ രണ്ടാമത്തെ അലിഗേഷൻ ആയിട്ടുള്ള യൂസറിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ ഇതുപോലത്തെ കോൺവെർസേഷൻസ് അതിലൂടെ കിട്ടുന്ന ഡേറ്റ ആപ്പിൾ മറ്റ് അഡ്വർടൈസ്മെൻറ്റ് ബ്രോക്കേഴ്സിന് സെല്ല് ചെയ്യുന്നു, അങ്ങനെ റവന്യൂ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് യൂസേഴ്സിനെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ആപ്പിൾ കൊണ്ടുവന്ന 2 ഫീച്ചേഴ്സാണ്. ഒന്ന് ആപ്പ് പ്രൈവസി റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ. അതിലൂടെ നമുക്ക് ആപ്സ് ഒരു ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പം അത് ഏതൊക്കെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഫർമേഷൻസ് ഫെച്ച് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ആപ്പ് പ്രൈവസി റിപ്പോർട്ട് നിങ്ങൾ ഫോണിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിലേക്ക് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 2 ഓപ്ഷൻസ്. അതിൽ ആദ്യത്തേത് ഡേറ്റ യൂസ് ടു ട്രാക്ക് യു, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പം യൂസറിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തൊക്കെ ഡേറ്റ എന്നുള്ളത് കൃത്യമായിട്ട് ആ ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡേറ്റ ലിങ്ക്ഡ് ടു യു, അതിൽ നിന്ന് ഈ ഒരു പർച്ചേസ് ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷന് എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മളെ ഇന്ന് കളക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇതിലൂടെയും അറിയാൻ സാധിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് ആപ്പിൾ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന 3 അഡീഷണൽ ഫീച്ചേഴ്സ്. ഒന്ന് ലോക്ക്ഡൗൺ മോഡ്, മറ്റൊന്ന് ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ മറ്റുള്ളവർ നമ്മളെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയാലും അവർക്ക് യാതൊരു തരത്തിലും ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കാത്ത ഭാഗം ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ് സ്റ്റോളൺ ഡിവൈസ് പ്രൊട്ടക്ഷൻ. ആൻഡ് മൂന്നാമത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ വീഡിയോസ് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറായിരുന്നു സെൻസിറ്റീവ് കണ്ടന്റ് വാർണിംഗ് എന്ന് പറയുന്ന അഡീഷണൽ ഫീച്ചറും കൂടെ ആപ്പിൾ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 6ഓളം സെക്യൂരിറ്റി പ്രൈവസി ഫീച്ചേഴ്സാണ് 2019 മുതൽ പിന്നീട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വരെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ റീസെൻറ്റ് ഇയേഴ്സ് വരെ ആപ്പിൾ ഓരോ തവണയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ആപ്പിൾ പോലെ ഒരു കമ്പനി പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് ഇത്രയധികം പ്രചാരം കൊടുക്കുന്നുണ്ട്. അത് അവരുടെ വീഡിയോസിലൂടെ, പരസ്യങ്ങളിലൂടെ, അവരുടെ ഓരോ ഇവൻറ്റ്സിലും ആപ്പിൾ എടുത്തു പറയുന്നൊരു കാര്യമാണ് ഇന്ന കാര്യങ്ങൾ പ്രൈവസിയിലേക്ക് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് യാതൊരു അടിസ്ഥാനവും വിലയും ഇല്ലാതായി പോയേനെ ആപ്പിൾ കൃത്യമായിട്ടുള്ള പ്രൈവസി ഇംപ്ലിമെൻറ്റേഷൻസ് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഈ ഒരു പ്രൈവസി വയലേഷൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പൊക്കി കാണിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ആപ്പിൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ ക്ലിയർ ആയിട്ട് ആപ്പിൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് സിറി പോലുള്ള മറ്റു ഫീച്ചേഴ്സോ, നമുക്കറിയാം റീസെൻ്റ്ലി ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ്, യൂസേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ യാതൊരു യൂസർ ഡേറ്റയും ഈ ക്ലൗഡിലേക്ക് പോകുന്നുമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുമില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ആപ്പിൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആപ്പിൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റേഷനിലൂടെ, അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാള പെറ്റു എന്ന് കേൾക്കുമ്പം കയറെടുക്കുന്ന മലയാളിയുടെ ആ ഒരു സ്വഭാവം ഇവിടെയും യാതൊരു മാറ്റവും ഇല്ല, അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. ചെറിയൊരു കാര്യം മതി അതിനെ വീർപ്പിച്ച് വലുതാക്കി നമ്മൾ ചിന്തിക്കാത്ത പല രീതികളിലൂടെ മാറ്റിയെടുക്കുന്ന അതേ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം വർക്കൗട്ടാവും, ഇനിയും അത് വർക്കൗട്ടാവും. പക്ഷേ സത്യം ഇതാണ് അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഫൈനലി നമ്മളിപ്പം അറിയുന്ന $95 million ആ ഒരു സെറ്റിൽമെൻറ്റ് പോലും അത് ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന ഒരു പ്രപ്പോസലാണ്. അത് ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല. അത് അപ്രൂവ് ആക്കുന്നത് ഫെബ്രുവരി ആ ഒരു മാസത്തേക്കായിരിക്കും അതിൻ്റെ ഫൈനൽ വേർഡിക്റ്റ് വരാൻ പോകുന്നത്. അത് കാരണം അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാലിഫോർണിയയിലെ കോടതിയാണ് അതിനുള്ള ഫൈനൽ വേർഡിക്റ്റ് കൊണ്ടുവരുന്നത്.
പക്ഷേ ആപ്പിൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസലാണ് $95 million സെറ്റിൽമെൻറ്റ്. അതിൽ US-ലുള്ള ഡിവൈസ് ആപ്പിൾ യൂസേഴ്സിന്, അതും 2014 മുതലുള്ള ഡിവൈസുകൾക്ക് ഇതെല്ലാം ബാധകമാണ്. കാരണം 2014 മുതലാണ് സിറി ബേസ്ഡ് ചെയ്തിട്ടുള്ള ഫോണുകൾ ആപ്പിൾ ലോഞ്ച് ചെയ്ത് തുടങ്ങിയത്. അന്ന് മുതലുള്ള ഇന്ന് വരെ, അന്ന് മുതൽ 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തെ ഡിവൈസുകൾക്ക് ഇത് ആക്സസിബിൾ ആണ്. അതിൽ ഒരു യൂസറിന് അപ് ടു 5 ഡിവൈസോളം ക്ലെയിം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്ലെയിം ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു ഡിവൈസിന് $20 വീതമാണ് കിട്ടുന്നത്. അങ്ങനെ 5 ക്ലെയിമുകളാകുമ്പം $100 ഒരു യൂസറിന് ലഭിക്കും. നിലവിൽ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഫൈനലി ആപ്പിൾ എഗ്രി ചെയ്തേക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കോടതിയാണ് വിധിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് me, Milan. Catch you guys next video. Until then, peace.